നമസ്കാരം, ഞാൻ ഡോക്ടർ ഹരിപ്രിയ, ചീഫ് കൺസൾട്ടന്റ് മെഡിക്കെയർ ഹോമിയോപ്പതി ക്ലിനിക് വാണിയമ്പലം. എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ മുഹമ്മദ് അസ്ലം, ചീഫ് കൺസൾട്ടന്റ് മെഡിക്കെയർ ഹോമിയോപ്പതി ക്ലിനിക് വാണിയമ്പലം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഡയബറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ ഈ ഷുഗർ പേഷ്യൻസിന് എന്തൊക്കെ ഫുഡുകളൊക്കെ എന്തൊക്കെ നിയന്ത്രിക്കണം, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അഡ്വൈസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളൊരു കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഇതായിട്ടാണ് നമുക്ക് ഡോക്ടറോട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. അതെ, ഡോക്ടർ ഡോക്ടർ. പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഒരുപാട് ആളുകൾ നമ്മളെ പേഴ്സണലി മെസ്സേജ് അയച്ച് സംസാരിച്ചിരുന്നു. ഡയബറ്റീസ് ഒരു വിഷയം നമ്മൾ വളരെ വിശദമായിട്ട് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിന്റെ പുറകിലൊന്ന് പോയാൽ ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ അതിൽ വന്ന സംശയങ്ങൾ എന്തൊക്കെയായിരുന്നു അവരോട് കൂടുതൽ ചോദിച്ചത്? ഈ ഷുഗർ പേഷ്യൻസിന് ഏതൊക്കെ സമയത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് എന്നുള്ളതും. ഓക്കെ, സാധാരണ ഷുഗർ പേഷ്യന്റിന് നമ്മൾ ഈ ഭക്ഷണത്തിന്റെ ക്രമം നമ്മൾ പറഞ്ഞു, ഗ്യാപ്പ് ഇട്ട് കഴിക്കുക എന്നുള്ളത് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് കഴിക്കുന്ന, നമ്മൾ ഒന്നിച്ച് വാരി വലിച്ച് കഴിക്കുന്നതിന് പകരം ചിലപ്പോൾ നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് രാത്രി എന്നുള്ളതിലുപരി രാവിലെ കഴിക്കുന്നത് തന്നെ കുറച്ച് ഡിവൈഡ് ചെയ്തിട്ട് 10 മണിക്ക് 12 മണി അങ്ങനെ ചെറിയ ചെറിയ സ്നാക്സ് ആക്കിയിട്ടൊക്കെ ഇടവേളകൾ ഇട്ടിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഒന്നാമതായിട്ടുള്ളത്. പിന്നെ ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്? അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കറിയാം നന്നായിട്ട് നമ്മൾ കഴിക്കേണ്ട ഒരു സമയമാണ്. നമ്മൾ അന്നത്തെ ദിവസം മൊത്തം ഓടാനുള്ളതും നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളും ജോലിയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം മോർണിംഗിൽ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതും ഇടവിട്ട് കഴിക്കാൻ പറ്റുന്ന ആളുകളാണ്. ഇനിയിപ്പോൾ ഓഫീസിലൊക്കെ പോകുന്ന ആളുകൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് ബോക്സിൽ ചെറിയ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നിച്ച് നമ്മളൊരു 4 ദോശയൊക്കെ കഴിക്കുന്നതിന് പകരം 2 ദോശയും പിന്നെ കുറച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് 2 ദോശയൊക്കെ ആണെങ്കിൽ അവരുടെ ആ ഷുഗർ ലെവൽ പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നീട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാത്രിയിലെ ഫുഡാണ്. പലപ്പോഴും ആളുകൾ ഫെയിലർ ആവുന്ന ഒരു മേഖല എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ രോഗികളൊക്കെ സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണമൊക്കെ മാറി വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആയി കുളിച്ച് നന്നായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും, ചോറ് കഴിക്കുന്ന പറയുന്നത്. ഈ ചോറ് തന്നെ നമുക്കറിയാം വലിയൊരു അപകടമാണ്. നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ട് നമ്മൾ കഴിക്കുന്നത് ഇത്തരം നമ്മുടെ മെറ്റബോളിക് ഡിസോർഡർ ആയിട്ടുള്ള ഡയബറ്റീസ് അടക്കമുള്ള രോഗങ്ങൾ കൂട്ടുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമുക്ക് വയറ് നിറഞ്ഞെങ്കിൽ ഉറക്കം വരുള്ളൂ എന്നുള്ളൊരു പ്രതീതി മലയാളികൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് വയറ് കഴിക്കും. അല്ലെങ്കിൽ എന്ത് പറയും, ചോറ് മാറ്റിയപ്പോൾ ഞങ്ങൾ ചപ്പാത്തി ആക്കിയിട്ട് പറയും. ചപ്പാത്തി എത്ര എണ്ണം കഴിക്കും? 5-6 ചപ്പാത്തി കഴിക്കും. അപ്പം അതന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് അത്രയും കൂടുക എന്നുള്ളതാണ്. അപ്പം രാത്രികത്തെ ഭക്ഷണം ലിമിറ്റ് ചെയ്യുക, നേരത്തെ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത്. ഡയബറ്റീസ് ഉള്ള രോഗികൾ, മരുന്ന് കഴിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് മരുന്ന് കഴിക്കുക എന്നുള്ളതിലുപരി പ്രമേഹത്തെ മാക്സിമം നമുക്ക് കൺട്രോൾ ചെയ്യാം. മരുന്ന് കഴിക്കാതെ എങ്ങനെ, അല്ലെങ്കിൽ മരുന്നിനെ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് കുറച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഡയബറ്റീസ് രോഗികൾ ശ്രദ്ധിക്കേണ്ടത്. ചില പേഷ്യൻസ് ചപ്പാത്തി കഴിക്കും, അതിന്റെ മുകളിൽ കുറച്ച് ചോറ് കഴിക്കുന്ന അതെ, ചപ്പാത്തി ആൾക്കാരുണ്ട്. കഴിച്ചിട്ട് അതിന്റെ മുകളിൽ കുറച്ചും കൂടി ചോറും കഴിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ സാധാരണ കോമൺ ആയിട്ട് നമ്മുടെ ആളുകൾ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ്. അപ്പം ഏറ്റവും ലീസ്റ്റ് കാർബ് കഴിക്കുക എന്നുള്ളതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതിൽ ഫൈബേഴ്സും പ്രോട്ടീൻസും ധാരാളമായിട്ട് കൂട്ടി കഴിക്കുക എന്നുള്ളതാണ്. ഫൈബേഴ്സ് ആയിട്ട് ധാരാളം ലീഫി വെജിറ്റബിൾസ്, നമ്മൾ നാരുകൾ അടങ്ങിയ ഇലക്കറികൾ, ഇതൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക. സാലഡുകൾ കൂടുതൽ കൂട്ടുക എന്നുള്ളത് നമുക്കൊരു ഐഡിയൽ ഡയറ്റ് പ്ലാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു 6-6:30 അവർക്ക് രാത്രി ഭക്ഷണം കഴിക്കുക. പിന്നെ ഒരു വെജ് സൂപ്പൊക്കെ എന്തെങ്കിലും സൂപ്പൊക്കെ ആക്കിയിട്ട് വെജിറ്റബിൾസ് ഇതെല്ലാം ഇട്ടിട്ട് സൂപ്പാക്കി കഴിക്കാം. പിന്നെ കടല, ധാന്യങ്ങളാക്കിയിട്ട് നമുക്ക് കറികളൊക്കെ ആക്കിയിട്ട് നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഉപ്പേരികളാക്കിയിട്ട് കഴിക്കാം. പിന്നെ ഒരു പിടി ചോറ് അല്ലെങ്കിൽ കുറഞ്ഞ ചോറ് നമുക്ക് ജസ്റ്റ് ഒരു വിശപ്പിന് വേണ്ടിയിട്ടോ ഒരു നമ്മുടെ കയ്യിൽ കൊള്ളാവുന്ന രീതിയിൽ വേണമെങ്കിൽ കുറച്ച് ചോറ് കഴിക്കാം. അതാകുമ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് മിതപ്പെടുത്താം. നമുക്ക് ആ ക്ഷീണമൊക്കെ വരുന്നതൊക്കെ ഒഴിവാക്കാം. കുറച്ച് കാർബോഹൈഡ്രേറ്റ് ചെല്ലുമ്പോൾ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് അമിതമായിട്ട് അത്തരം കാർബുകൾ ഉപയോഗിക്കുമ്പോൾ ഷുഗർ കൂടും, രാവിലെ ഷുഗർ സ്പൈക്ക് വരും. അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ നോക്കുമ്പോഴും ഷുഗർ കുറയില്ല. ഡോക്ടർ ഞാൻ 15 കൊല്ലമായി ഗുളിക കഴിക്കുന്നു, ഇപ്പോൾ ഗുളിക നിൽക്കുന്നില്ല, ഇപ്പോൾ ഇൻസുലിൻ ആക്കുന്നു, ഇൻസുലിനും കൺട്രോൾ ആവുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്ന് പറയുന്ന രോഗികളോട് നമുക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ഒരു ചിട്ടയും കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ക്രമീകരിക്കുക. ആ ഒരു ഫുഡ് ചാർട്ട് നമ്മൾ കൃത്യമായിട്ട്, അതിലേറ്റവും പ്രധാനമുള്ളത് രാത്രി ഭക്ഷണം തന്നെയാണ്. രാത്രിക്കത്തെ ഭക്ഷണം കൃത്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നെങ്കിൽ നമുക്ക് ഷുഗർ കുറഞ്ഞിരിക്കും. എന്തെങ്കിലും ഒരു മോഡൽ ഡയറ്റ് പ്ലാൻ മോഡൽ ഡയറ്റ് പ്ലാനാണ് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമ്മളൊരു സൂപ്പ് കുറച്ച് രാത്രി സൂപ്പാക്കുക, കൂടുതൽ ഫൈബേഴ്സ്, കടലകൾ, ധാന്യങ്ങൾ, പരിപ്പുകൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കുക. പിന്നെ അരിഭക്ഷണം വളരെ മിതപ്പെടുത്തുക. ചപ്പാത്തി ആണെങ്കിൽ തന്നെ ഒരു ചപ്പാത്തി 1-2 ചപ്പാത്തി മാക്സിമം കഴിക്കുക. നമ്മളാളുകൾ ഒരിക്കലും ഒരു 2 ചപ്പാത്തിയിൽ നിർത്തില്ല, 4 ചപ്പാത്തി 5 ചപ്പാത്തിയാണ് മിനിമം നമ്മുടെ കേരളീയർ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ മിതപ്പെടുത്തിയിട്ട് നമ്മളെ ഭക്ഷണത്തിലുള്ള ഒരു ചെറിയൊരു ശ്രദ്ധ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു പരിധിവരെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു 15 വർഷമായിട്ടുള്ള ഷുഗർ ആണെങ്കിലും നമുക്ക്
വളരെ കൺട്രോൾ ചെയ്ത് നമുക്ക് ഇത്തരം സാഹചര്യത്തിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ ഈ ഡോക്ടർ ഈ മോഡൽ ഡയറ്റ് പ്ലാൻ പറഞ്ഞല്ലോ, അപ്പൊ അതെ. ഇതിൽ 15 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ റിസൾട്ട് കിട്ടുമോ? ഷുവറായിട്ട് നമുക്കിത് കൃത്യമായിട്ട് ഇത് പാലിക്കുകയാണെങ്കിൽ, പല ആളുകളും ഇത് ഒന്നാമത് പാലിക്കാറില്ല. ചിലപ്പോൾ ഈ വീഡിയോ കണ്ട 1-2 ദിവസമൊക്കെ നമ്മൾ ചിലപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് രാത്രി ഭക്ഷണം നേരത്തെ ആക്കും, കുറച്ച് ഭക്ഷണമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യും, എക്സസൈസ് ഒക്കെ ഒന്ന് ചെയ്യും, വർക്കൗട്ട് ചെയ്യും, കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. പക്ഷേ ഒരു 1 വീക്ക് കഴിഞ്ഞാൽ തദൈവ, ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ശീലം. അപ്പോൾ ആ ശീലം മാറ്റി നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങോട് കൂടി അസുഖത്തെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ആളുകളിൽ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ച മാതിരി ഒരു പായസം കുടിച്ചിട്ട് ഒരു ഗുളിക ഏറെ കുടിക്കുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് നമ്മുടെ പല ആളുകൾക്കും, മലയാളികൾക്കുള്ളത്. അതുകൊണ്ട് ഈ കല്യാണപ്പെരയിലൊക്കെ നമുക്ക് ഈ ജ്യൂസുകൾ, അതുപോലെ ഈ മധുരമുള്ള കേക്കുകളൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ നമ്മൾ ആളുകളുടെ മുഖത്തേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒന്ന് വിരലുണ്ടെങ്കിൽ ഇപ്പോൾ ഉറപ്പാണ് അവർ ഷുഗറുള്ള ആളുകളാണ്. അപ്പം പല ആളുകളും ഈ ഷുഗറുള്ള ആളുകൾ വീട്ടിൽ നിന്ന് സമ്മതിക്കില്ല ഷുഗർ മരുന്ന് മധുരം കഴിക്കാൻ. അപ്പോൾ ഇവർ ഇവിടെ നിന്നൊക്കെ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് മധുരം കഴിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഡോക്ടർ ഞാൻ രാവിലെ സാധാരണ ഗുളികയുള്ളൂ, ഞാൻ ഉച്ചക്കും കൂടി അല്ലെങ്കിൽ വൈകുന്നേരം കൂടി ഓരോ ഡോസ് കൂടി അങ്ങ് കഴിച്ചാൽ അതങ്ങ് മാനേജ് ചെയ്യും. അപ്പം അങ്ങനെ കഴിച്ചാൽ ഷുഗർ കുറയുന്നുള്ളൊരു ധാരണയാണ് പലരും, ഗുളിക കഴിച്ചിട്ട് ഷുഗർ കുറക്കുക എന്നുള്ളത്. അപ്പം പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു യഥാർത്ഥ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ ഇൻസുലിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി, ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ സെൻസിറ്റിവിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യാന്നല്ല വേണ്ടത്. അപ്പോൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടുന്തോറും ഷുഗർ ലെവൽ കുറയും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡയറ്റ്, എക്സസൈസ്, വർക്കൗട്ട്, മാനസിക സമ്മർദ്ദം കുറക്കുക, ലളിതമായിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യുക, സ്ഥിരമായിട്ടുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു പ്ലാനിലേക്ക് നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഡയബറ്റീസിനെ മാനേജ് ചെയ്യാൻ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഡോക്ടർ, ഇനി വേറെ എന്തെങ്കിലും അഡ്വൈസസ് നമുക്ക് ഈ ഷുഗർ പേഷ്യൻസിന് കൊടുക്കാൻ പറ്റിയതുണ്ടോ? ഷുഗർ പേഷ്യൻറ്റിന് കൊടുക്കേണ്ട ഒരു അഡ്വൈസ് ആണ്, ഷുഗർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ അവയവങ്ങളിലേക്കും അതൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. എന്നാൽ പ്രശ്നം ഉണ്ടോ ചോദിച്ചാൽ ഇല്ല, ഉണ്ടോ ചോദിച്ചാൽ ഭയങ്കരമായിട്ട് കൂടുതൽ. ഇപ്പം നമുക്ക് കാർഡിയക് അസുഖങ്ങളായിക്കോട്ടെ, ലിവറിൻ്റെ അസുഖങ്ങളായിക്കോട്ടെ, എല്ലാത്തിനെയും ഒരു പ്രശ്നങ്ങൾ കൂട്ടുന്നൊരു അസുഖമാണ് ശരിക്കും ഡയബറ്റീസ് എന്ന് പറഞ്ഞത്. നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു ഇൻഫ്ലമേഷൻ നീർക്കിട്ട് മൊത്തത്തിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ സ്കിന്നിലൊരു മുറിവുണ്ടാവുക, ഉണങ്ങാൻ പ്രയാസമായിരിക്കും, പഴുപ്പുകൾ വരും, അതൊക്കെ ഒരുപാട് ചിലപ്പോൾ കാല് മുറിക്കേണ്ട അവസ്ഥകൾ വരെ പല രോഗികൾക്കും ഉണ്ടായിട്ടുണ്ട് ഷുഗർ മാനേജ് ചെയ്യാൻ പറ്റാതെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും വലിയ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഇതിനെ കൺട്രോൾ ചെയ്ത് കറക്റ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മരുന്നുകൾക്കുപരി ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ്, ഇതെങ്ങനെ ഇതിനെ നമുക്ക് വരുതിയിൽ നിർത്താം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഡയറ്റുകൾ നമുക്ക് ഫോളോ ചെയ്യാം. പിന്നെ നമുക്ക് ഏറ്റവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ സെഫലാൻഡ്ര എന്ന് പറഞ്ഞ കോവക്ക. കോവക്ക വളരെ ഹെൽപ്ഫുൾ ആയിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഷുഗർ കുറയുന്നത് കാണാറുണ്ട്. അതുപോലെ പാവക്ക, നമ്മുടെ കൈപ്പങ്ക എന്നൊക്കെ പറയുന്ന പാവക്ക, നമ്മളാരും അത് കഴിക്കില്ല പല ആളുകളും, അപ്പോൾ അതൊക്കെ എടുത്ത് കളയാറാണ്. അപ്പോൾ അതൊക്കെ ഒരു പരിധിവരെ നമ്മുടെ നോർമൽ ഇൻസുലിൻ ലെവൽ ഇമ്പ്രൂവ് ചെയ്യാനും ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനൊക്കെ വളരെയധികം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന അത്തരം ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ പച്ചക്കറികളൊക്കെ ഉണ്ട്. അത് കൂടുതൽ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നീട് മലബന്ധം വരാതിരിക്കുക എന്നുള്ളത് മറ്റൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പല ആളുകളിലും മലബന്ധമുള്ള ആളുകളിൽ ഷുഗർ പെട്ടെന്ന് റൈസ് ചെയ്ത് കാണാറുണ്ട്. സാധാരണ പേഷ്യൻസിലൊക്കെ മലബന്ധം വരുമ്പോൾ പെട്ടെന്ന് തന്നെ സാധാരണ ഷുഗർ നോർമലായി നിൽക്കുന്ന ആളുകളിൽ, അല്ലെങ്കിൽ ഷുഗറിന് മരുന്ന് മാനേജ് ചെയ്ത് പോകുന്ന ആളുകളിലും മലബന്ധം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഷുഗർ ഹൈക്ക് വരുന്ന കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ഫൈബേഴ്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അടങ്ങിയിട്ട് നമുക്ക് മലബന്ധം ഇല്ലാതെ മലശോധന കൃത്യമാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതും ഷുഗർ രോഗികൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് ഇവർക്ക് വരുന്ന മുറിവുകൾ, കാലിലൊക്കെ വരുന്ന മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ടൈമിൽ അത് മാനേജ് ചെയ്യുക, മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിനെ പഴുപ്പുകൾ ഉണക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. അതർവൈസ് അത് ചിലപ്പം വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് അത് വരാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ കാല് ആംബ്യൂട്ട് ചെയ്യേണ്ട അവസ്ഥ വരെ പല ആളുകൾക്കും വന്നിട്ടുണ്ട്, മുറിവുകളൊക്കെ ഉണങ്ങാതെ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് ഷുഗർ രോഗികൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മരുന്നിൻ്റെ ഒപ്പം ഇതേപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഈ ഡയറ്റുകളൊക്കെ ഒരു മരുന്നിനൊരു ആൾട്ടർനേറ്റീവ് അല്ല, പക്ഷേ ആ മരുന്നിൻ്റെ ഡോസേജ് കുറക്കാനും ചിലപ്പോൾ മരുന്നില്ലാതെ തന്നെ നമുക്ക് മാനേജ് ചെയ്ത് ഷുഗറിനെ കൺട്രോൾ ചെയ്ത് പോകാനും നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ പ്രേക്ഷകർ തിരിച്ചറിയാം. നമുക്ക് ഷുഗറിൻ്റെ ലെവല്, ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നമുക്കറിയാം 110 താഴെ നിൽക്കേണ്ടതാണ്. ഒരു 100ൻ്റെ മുകളിലുണ്ടെങ്കിൽ എപ്പോഴും അത് നമുക്കൊരു സസ്പെക്റ്റഡ് പ്രീ ഡയബറ്റിക് ഫേസ് ആവാൻ സാധ്യതയുള്ള ആളുകളാണ്. അപ്പം അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ ഷുഗർ അങ്ങ് കട്ട് ചെയ്യുക. ഷുഗർ കട്ട് ചെയ്യുമ്പോൾ തന്നെ മധുരം നമ്മൾ എക്സ്ട്രാ ആഡഡ് ആർട്ടിഫിഷ്യൽ നമ്മുടെ സ്വീറ്റ്നെസ് അല്ലെങ്കിൽ മധുരമൊക്കെ നമ്മൾ കുറച്ചാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. നമ്മളെപ്പോഴും പറയുന്നതാണ്, നമ്മുടെ സ്കിന്ന് ഗ്ലോ ചെയ്യും, അതുപോലെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും, കൂടുതൽ അമിത വെയിറ്റിലേക്ക് പോകുന്നത് തടയാൻ പറ്റും. അതുപോലെ ഡാൻഡ്രഫിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് തടയാൻ പറ്റും, സ്കിന്നിൽ അലർജി കുറക്കാൻ പറ്റും, ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യും. ഇതെല്ലാം നമ്മൾ ഷുഗർ കട്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് വരുന്നതാണ്. നമ്മുടെ ഒരു
കൾച്ചർ തന്നെ മധുരത്തിൽ നിന്ന് തുടങ്ങുന്നത്. നമ്മൾ എല്ലാം മധുരം കൊടുത്തിട്ട് സ്വീറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മധുരത്തിൻ്റെ അളവ് നമ്മുടെ ലൈഫ് സ്റ്റൈലിലെല്ലാം കൃത്യമായിട്ട് കുറക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഷുഗറിന് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഉള്ള പല ബോർഡുകളിലും ഷുഗർ ഇല്ലാത്ത രീതിയിൽ എഴുതി വെക്കും അവർ. ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സ് ഒക്കെ പല പേരിലൊക്കെ എഴുതി വെക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ്. ഇപ്പോൾ ഈ പാനീയങ്ങൾ, കോള പോലത്തെ ഡ്രിങ്ക്സുകൾ, അല്ലെങ്കിൽ നമ്മൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, ഇതിലൊക്കെ ഹൈ ഫ്രക്ടോസ് കണ്ടന്റുകളാണ്, ഫ്രക്ടോസ് ജ്യൂസുകളാണ് അതിൽ വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് ഷുഗർ രോഗികൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് വലിയ പ്രയാസങ്ങളില്ലാതെ പോകാൻ പറ്റും. ഇനിയിപ്പോൾ ഷുഗർ കൂടുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പം ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, റെറ്റിനോപ്പതി, നമ്മുടെ കണ്ണിലെ കാഴ്ചക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ കാലിലെ തരിപ്പുകൾ, ന്യൂറോപ്പതി പോലെയുള്ള രോഗാവസ്ഥകൾ, അതുപോലെ സെക്ഷൽ വീക്ക്നെസ് പോലത്തെ പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി പല വൈഡായിട്ടുള്ള സിംറ്റംസും പല പ്രശ്നങ്ങളും ഷുഗർ രോഗികൾ കാണിക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നീട് നമുക്കിതിൽ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് പറയാനുള്ളത് ഷുഗർ ലെവലിൻ്റെ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. ഷുഗർ ഓവറായിട്ട് കൂടുന്നത് തടയാനും പരമാവധി ഷുഗറിൻ്റെ ഡോസേജ് അമിത ഡോസിലെ മരുന്നുകളിലേക്ക് പോകാതിരിക്കാനും, തുടക്കത്തിൽ തന്നെ ഒരു ഡയബറ്റിക് ആയിട്ട് കണ്ടെത്തുന്ന ആളുകളാണെങ്കിൽ ഈ ഡയറ്റ് പ്ലാൻ വർക്കൗട്ടിൻ്റെ ഒപ്പം ചെറിയ സപ്പോർട്ടിൽ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അത് ഒരു പരിധിവരെ അവർക്ക് സഹായിക്കാറുണ്ട്. പിന്നെ പല മെഡിസിൻസും ഓവറായിട്ട് അനാവശ്യമായിട്ട് മെഡിസിനിലേക്ക് പോവാതെ അനാവശ്യ മരുന്നുകൾ ഉപയോഗിക്കാതെ തന്നെ പലപ്പോഴും ഷുഗറിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും ഹോമിയോപ്പതി ഔഷധങ്ങൾക്ക് ആവാറുണ്ട്. പക്ഷേ ചില ആളുകളിൽ ഓവർ പരിധി വിട്ട് വർഷങ്ങളായിട്ട് ഇത് എടുക്കുന്ന ആളുകൾ, അലോപ്പതി മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് പലപ്പോഴും അത് വർക്കൗട്ട് ആവാറില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ആ രോഗിയുടെ ലക്ഷണങ്ങളും രോഗിയുടെ സാഹചര്യങ്ങളും അനുസരിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ചികിത്സ നിർണ്ണയിക്കാവുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കോംപ്ലിക്കേഷൻസുകളൊക്കെ നമുക്ക് ഹോമിയോ മരുന്നുകൾ ഉപയോഗിച്ച് പലപ്പോഴും ഈ കാലിൻ്റെ തരിപ്പ്, കാലിൻ്റെ കോച്ചിപ്പിടുത്തം, അതുപോലെ കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഡ്രൈനസ്, സ്കിന്നിൽ ഉണ്ടാകുന്ന ഡ്രൈനസ്, ബേണിങ് സെൻസേഷൻ, പലപ്പോഴും ബേണിങ് ഫീറ്റ് ഒക്കെ പല രോഗികളും, അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മരുന്നുകൾ ഉപയോഗിച്ചിട്ട് തന്നെ മാനേജ് ചെയ്യാനും പറ്റാറുണ്ട് എന്നുള്ളതാണ് ഷുഗർ രോഗികളോട് ഏറ്റവും നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന നമ്മൾ ഡോക്ടർ അസ്ലം നന്നായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ഇനി ഇത് കൂടുതൽ എന്തെങ്കിലും സംശയം കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന കമൻറ്റിൽ ചെയ്യാവുന്നതാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ അടുത്തതിൽ പറയാവുന്നതാണ്. ഈ ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവുന്നതാണ്. നന്ദി, നമസ്കാരം. നന്ദി.